ഡാനി ഇപ്പോൾ തുടരുന്നു. ഡാനി, ഇതിൽ ഈ സിദ്ദിഖിനെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ജസ്റ്റിസ് CS ഡയസ് പറഞ്ഞ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങളുണ്ട്. ഈ ആരോപണം ശരിയെങ്കിൽ പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കും. ഗൗരവമായ കുറ്റമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കണം. പരാതി നൽകാനുണ്ടായ കാലതാമസം ഒരു കുറ്റമായി കണക്കാക്കാനാവില്ല എന്നും കോടതി പറയുന്നുണ്ട്. അതായത് ഈ പലരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ്. 2016 സിദ്ദിഖിന്റെ കേസ് ഉണ്ടായത്. 8 വർഷം പിന്നിടുന്നു. പല കേസുകളും 2010-ലും 2012-ലും ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ 12-13 വർഷം മുൻപുണ്ടായ കേസുകളൊക്കെയാണ്. അപ്പം അങ്ങനെ ഈ പണ്ടുണ്ടായ കേസുകൾക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പരാതിയുമായി വരുന്ന എന്തിന് അത് നിയമസാധുത ഇല്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായും കോടതി തള്ളുകയാണ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ടെലിഫോൺ ലൈനിൽ ഡാനിയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളിയ പശ്ചാത്തലമുണ്ട്. കാര്യങ്ങൾ സിദ്ദിഖിന് കുരുക്കുമുറുകയാണ്, സംശയമില്ല. അറസ്റ്റിനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹത്തിന് ഇനിയിപ്പോ സുപ്രീം കോടതി മറ്റൊരു ഓപ്ഷൻ കൂടി നോക്കാതെ ഒരു മുന്നിൽ വരുമെന്നോ അങ്ങനെ ഒരു ഡയറക്ഷനോട് കൂടി അല്ലാതെ ഒരു അറസ്റ്റ് നടക്കും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിനു വേണ്ടുന്ന എല്ലാവിധ സംവിധാനമുള്ള ആളുകളാണല്ലോ. അതായത് അവരിപ്പം അദ്ദേഹത്തെ കാണുന്നില്ല, പെട്ടെന്ന് അറസ്റ്റ് നടക്കില്ല, അദ്ദേഹം മാറി നിന്ന് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ്സ്മാരെ കണ്ട് അഭിഭാഷകരെ കണ്ട് അവിടെ നിന്ന് ഒരു ഡയറക്ഷൻ, അതായത് ഓൺ ദി ഇവന്റ് ഓഫ് അറസ്റ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു സേഫ്റ്റി ആയിട്ടുള്ളൊരു സംഗതി കിട്ടാതെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. വിവേചന അധികാരം അന്വേഷണ സംഘത്തിൻ്റെതാണ്. അറസ്റ്റ് വേണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ വിവേചന അധികാരം. പക്ഷേ ഇപ്പോൾ സാഹചര്യത്തിൽ ആളെ കിട്ടണം. അതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് കോടതി ജാമ്യം കൊടുക്കാൻ. നമുക്ക് ഈ നടി ആക്രമിച്ച കേസിന്റെ വിചാരണയുടെ ഒരു അവസ്ഥയൊക്കെ നമുക്കറിയാം. ഈ വമ്പൻ സ്രാവുകളൊക്കെ ഇങ്ങനെ കേസിൽ കുടുങ്ങുമ്പോൾ അവർക്ക് വേറൊരു നീതി എന്ന തരത്തിലുള്ള വ്യാഖ്യാനം കൂടിയുണ്ട്. അതെ അതെ. അതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇത്രയും അധികം കോലാഹലങ്ങൾ ഉണ്ടാവുകയും ആദ്യം തന്നെ വെളിയാക്കപ്പെട്ട ഒരു വിഷയവും പിന്നെ ഈ അതിജീവിതയുടെ നേരെ ഭീഷണി ഉണ്ടാവുകയും അപ്പോ എവിഡൻസ് നശിപ്പിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ വിറ്റ്നസ്സുകളെ സ്വാധീനിക്കുക, ഭയപ്പെടുത്തുക, നാട് വിട്ടു പോകാനുള്ള സാധ്യതകൾ, ഇൻവെസ്റ്റിഗേഷനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള കാരണങ്ങൾ, അങ്ങനെ പല പല ഒരു ഹയർ പൊസിഷനിലിരിക്കുന്നു തുടങ്ങിയ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ. നവമി ദിനേശ് നമ്മോടൊപ്പം. നവമി ഉള്ളത്